നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട്. അതായത് അഭിഭാഷകനായ അരുൺകുമാർ അഗർവാൾ നൽകിയ ഹർജിയിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുമ്പോൾ അക്കൂട്ടത്തിൽ വിവിപാറ്റ് സ്ലിപ്പുകളും പൂർണ്ണമായിട്ട് എണ്ണണം എന്നാണ് പ്രധാന ആവശ്യം. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രമുഖ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ADR നേരത്തെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നു. ഈ രണ്ട് ഹർജികളും, ADRന്റെ ഹർജിയും അഭിഭാഷകനായ അരുൺകുമാർ അഗർവാളിന്റെ ഹർജിയും ഒരുമിച്ച് പരിഗണിക്കാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് എന്താണെന്ന് അറിയണം. ഇതിൽ നമ്മൾ എന്താ അറിയേണ്ടത്? ഇതിനകത്തൊരു സാങ്കേതിക വിഷയം എന്താണ്? നമ്മളിപ്പം പല വിദഗ്ധരും പലരും സംശയം പറയുന്നു, EVM അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനകത്ത് തിരിമറി നടക്കുന്നു. വോട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം വോട്ടുകളെല്ലാം താമരയ്ക്ക് പോകുന്നു, BJPക്ക് പോകുന്നു. അപ്പോൾ EVM നിർത്തലാക്കണം, പേപ്പർ ബാലറ്റ് വേണം എന്നുള്ള പല ആവശ്യങ്ങൾ വന്ന ഘട്ടത്തിലാണ് ഈ ഹർജികൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പലർക്കും സംശയങ്ങളുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ ഘട്ടമായിട്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിവിപാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതായത് നമ്മൾ വോട്ടിംഗ് യന്ത്രത്തിൽ അമർത്തി ചെയ്യുന്ന വോട്ട്, ആ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും വെച്ച് ചെയ്യുന്ന വോട്ട്, ആ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടോ, നമ്മൾ കൊടുത്ത വോട്ട് മാറിപ്പോയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമാണ് വിവിപാറ്റ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ആ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഈ ഞെക്കി വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, വോട്ട് ചെയ്തവർക്കറിയാം, അപ്പുറത്ത് ഒരു ബോക്സിൽ ഒരു സ്ലിപ്പ് വരും. അത് കണ്ണാടിക്കുട്ടി കൂടെ കാണാൻ പറ്റും. ആ സ്ലിപ്പ് ഒരു 7 സെക്കൻഡ് അവിടെ നിൽക്കും. അപ്പം നമ്മൾ കുത്തിയ ആളിന് തന്നെയാണോ, ചിഹ്നത്തിനാണോ വോട്ട് പോയത് എന്ന് നമുക്കതിൽ കൂടെ കാണാൻ പറ്റും. നമുക്ക് ആ സ്ലിപ്പ് തൊടാനൊന്നും പറ്റത്തില്ല. 7 സെക്കൻഡ് കഴിയുമ്പോൾ ആ സ്ലിപ്പ് ഒരു ബോക്സിലേക്ക് വീണ് പോകും ഓട്ടോമാറ്റിക്കലി. അപ്പം ഇങ്ങനെ എടുക്കുന്ന വിവിപാറ്റ്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. അപ്പം ഇതിനകത്തൊരു സുതാര്യത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്ത വോട്ട് ഇന്ന ചിഹ്നത്തിന് ഇന്ന സ്ഥാനാർത്ഥിക്ക് പോയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെക്കിങ്. പക്ഷേ ഈ വോട്ടിംഗ് മെഷീനുകളും വിവിപാറ്റും കൂടെ പിന്നങ്ങ് പോയി കഴിഞ്ഞാൽ ലോക്കറി കൊണ്ട് വോട്ടെണ്ണൽ ദിവസം വരെ ആഴ്ചകളോളം സൂക്ഷിച്ചാൽ, ഇപ്പം ഇത്തവണ ഏപ്രിൽ പകുതിക്ക് ഇലക്ഷൻ തുടങ്ങിയിട്ട് പിന്നെ എല്ലാ ഇലക്ഷനും തീർന്ന് മെയ് മുഴുവൻ കഴിഞ്ഞ് ജൂൺ 4 ആദ്യമാണ് വോട്ടെണ്ണുന്നത്. അപ്പോൾ 1.5 മാസത്തോളം EVMകൾ, വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വിവിപാറ്റ് ബോക്സും ഒക്കെ ലോക്കറിൽ അവിടെ രാജ്യത്തിൻ്റെ പോളിംഗ് സ്റ്റേഷനുകളിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്തം കിടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും EVM കൊണ്ടുപോയതിലും കൊണ്ടെത്തിച്ചതിലുമൊക്കെ തിരിമറി നടന്നു പലവിധ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഹർജിയിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പം എന്താ സ്ഥിതി, സ്റ്റാറ്റസ്? ഈ വിവിപാറ്റ് മെഷീനുകൾ മുഴുവൻ എണ്ണുന്നില്ല. അത് മുഴുവൻ എണ്ണണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ഇപ്പം നടക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കുന്ന തീരുമാനം, ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സാധാരണ 7 നിയമസഭാ അസംബ്ലി മണ്ഡലങ്ങളുണ്ടാവും. ഈ ഓരോ അസംബ്ലി സെഗ്മെന്റിലെയും 5 പോളിംഗ് ബൂത്തുകളിലെ വിവിപാറ്റ് മെഷീൻ സ്ലിപ്പ് മാത്രമേ എണ്ണുകയുള്ളൂ. റാൻഡം സാമ്പിളിംഗ്. ബാക്കി ബഹുഭൂരിപക്ഷം എണ്ണി തിട്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ ഹർജിയിലെ ആവശ്യം മുഴുവൻ വിവിപാറ്റ് ബോക്സുകളും ഈ EVMൽ ചെയ്ത വോട്ടുമായിട്ട് ഒത്തുനോക്കി എണ്ണണം. എങ്കിലേ ഇലക്ഷൻ റിസൾട്ട് സുതാര്യമായി എന്ന് കരുതാൻ പറ്റൂ. അതിന് ഇലക്ഷൻ കമ്മീഷന് ആ തീരുമാനമെടുക്കണം, അത് സുപ്രീം കോടതി നിർദ്ദേശിക്കണം എന്നാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം. അപ്പോൾ ആദ്യം ADR, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, ഹർജി കുറെ നാൾ മുമ്പ് കൊടുത്തപ്പോൾ അന്ന് തന്നെ സുപ്രീം കോടതി ബെഞ്ച് ഇലക്ഷൻ കമ്മീഷനോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു. അന്ന് ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ ബോധിപ്പിച്ചത്, ഈ വിവിപാറ്റ് സ്ലിപ്പ് ബോക്സുകൾ മുഴുവൻ എണ്ണുക എന്ന് പറയുന്ന വലിയ സമയച്ചെലവുള്ള പരിപാടിയാണ്. അതിന് കൂടുതൽ ആൾക്കാരെ വെക്കണം. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരാൻ മണിക്കൂറുകൾ വൈകും എന്നൊക്കെയുള്ള ന്യായമാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നമുക്കതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഒന്നുകൂടി നോക്കാം, അടുത്ത ഹിയറിങ്ങിന് ഈ കേസ് വെക്കാം എന്ന് തീരുമാനിച്ചിട്ട്
അതിനിടയിലാണ് ഇപ്പോൾ ഒരു പുതിയ ഹർജി കൂടി ഈ അഭിഭാഷകൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചെലവിൻ്റെയും കാര്യങ്ങൾ സമയദൈർഘ്യമൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏതാണ്ട് 5000 കോടി രൂപയ്ക്കാണ് ഇലക്ഷൻ കമ്മീഷൻ 24 ലക്ഷം വിവിപാറ്റ് സ്ലിപ്പ് ബോക്സുകൾ വാങ്ങിയിരിക്കുന്നത്. ഈ ഇലക്ഷൻ ഉപയോഗിക്കുന്ന വോട്ട് ചെയ്യുന്നിടത്ത് 24 ലക്ഷം വിവിപാറ്റ് ബോക്സുകളാണ് ഇലക്ഷൻ കമ്മീഷൻ 5000 കോടി രൂപ ചെലവിൽ വാങ്ങിയിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളുടെ നികുതി പണമാണെന്നറിയാമല്ലോ, ആർക്കും സംശയം വേണ്ടല്ലോ. ആരുടെയും പോക്കറ്റിൽ നിന്ന്, അദാനി അംബാനിയുടെ പോക്കറ്റിൽ നിന്നും കൊണ്ടുവന്നതല്ലോ. അപ്പോൾ ഇത്രയും 20 ലക്ഷം വിവിപാറ്റ് ബോക്സുകളും ഇത്രയും 5000 കോടിക്ക് വാങ്ങിയിട്ട് അതിൽ വെറും 20,000 മാത്രമേ ഈ രാജ്യത്ത് മുഴുവൻ എണ്ണുന്നുള്ളൂ. വോട്ടെണ്ണൽ സമയത്ത് 20 ലക്ഷം ഇവിടെ കിടക്കുന്നു, ആകെ എണ്ണുന്നത് 20,000 മാത്രം. അപ്പോൾ ഈ ഹർജിക്കാരൻ്റെ ആവശ്യം 20 ലക്ഷം വിവിപാറ്റ് സ്ലിപ്പ് ബോക്സുകൾ എണ്ണണം. അപ്പം അതിന് ഇത്തിരി സമയം കൂടുതൽ എടുക്കും. അങ്ങനെ ഈ ഇലക്ഷൻ റിസൾട്ട് കുറെ കൂടെ സുതാര്യമാക്കണം എന്നാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം. ഇനി ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഈ പല കോണിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു അഭിപ്രായമുണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ഇത്തരം പരാതികൾ വന്ന സാഹചര്യത്തിൽ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പേപ്പർ ബാലറ്റിലേക്ക് പോയിക്കൂടാ എന്ന് പല കോണിൽ നിന്ന് പലതവണ ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്താ ഇലക്ഷൻ കമ്മീഷൻ അത് തീരുമാനിക്കാത്തത്? പണ്ട് നമ്മുടെ വോട്ടിംഗ് എങ്ങനെ ആയിരുന്നല്ലോ, വോട്ടെടുപ്പ് സമയം ഇലക്ഷൻ റിസൾട്ട് വരാൻ വൈകും. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാകുമ്പോൾ രാവിലെ 11-12 മണിയൊക്കെ റിസൾട്ട് വരുന്നു. മറ്റേത് വൈകിട്ട് രാത്രി വരെ കാത്തിരിക്കണം. എന്താ കാത്തിരുന്നാൽ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇത് രാവിലെ 11 മണിക്ക് മുമ്പ് തന്നെ ഈ റിസൾട്ട് വരണമെന്ന് എന്തായിട്ട് നിർബന്ധം? വൈകിട്ട് 5 മണി 6 മണിക്ക് അറിഞ്ഞാലും പോരെ? പണ്ടങ്ങനെ ആയിരുന്നല്ലോ. 1. 2, ലോകത്ത് പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും പേപ്പർ വോട്ടാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉദാഹരണം. അവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനും അവിടുത്തെ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുമൊക്കെ അമേരിക്കൻ കോൺഗ്രസ്, അവിടുത്തെ പാർലമെന്റ് ഉപയോഗിക്കുന്നത് പേപ്പർ ബാലറ്റാണ് ഇന്നും. അത് അപരിഷ്കൃതമാണോ? ഇത്രയും പരിഷ്കൃതമായ രാജ്യമായ അമേരിക്കയിൽ എന്തുകൊണ്ട് EVM ഉപയോഗിക്കുന്നില്ല? അവരിപ്പോഴും എന്തുകൊണ്ട് പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്നു? അത് എണ്ണി തീർക്കാൻ രാത്രി വരെ അവർ മെനക്കെടുകയാണ് റിസൾട്ട് പ്രഖ്യാപിക്കാൻ. അപ്പോൾ അമേരിക്കയ്ക്ക് അത് പറ്റുമല്ലോ. എന്താ ഇവിടെ മാത്രം പറ്റാത്ത ഇന്ത്യയിൽ? പല ലോകരാജ്യങ്ങളിലും, യൂറോപ്പിലും ഓസ്ട്രേലിയയിലും പല ജനാധിപത്യ രാജ്യങ്ങളിലും ഇപ്പോഴും ഉപയോഗിക്കുന്ന പേപ്പർ ബാലറ്റാണ്, EVM അല്ല. അപ്പോൾ EVMന് എവിടെയോ ചില തകരാറുകളുണ്ട്, EVMൽ തിരിമറി നടത്താൻ പറ്റും എന്നൊക്കെയുള്ള തോന്നലുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യക്ക് ആ മാർഗത്തിലേക്ക്, ആ രീതിയിലേക്ക് തിരിച്ചു പോയിക്കൂടാ എന്ന ചോദ്യവും ഈ ഹർജിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഇലക്ഷൻ കാലത്ത് വളരെ സുപ്രധാനമായ ഒരു ഹർജിയാണ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇതിന് എന്ത് മറുപടി പറയും എന്നതാണ് നമുക്ക് അറിയേണ്ടത് പ്രധാനം.